PPS ശ്രീപത്മനാഭൻ, ഇവിടെ എന്താണ് രാമക്ഷേത്രം, ഇപ്പോൾ രാമക്ഷേത്രം അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നേരിട്ട് നടത്തിയ എന്ന് പറഞ്ഞാൽ അത് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടയാൾ നരേന്ദ്രമോദി അല്ല, അത് രാഷ്ട്രീയമാണ് എന്ന് ശങ്കരാചാര്യന്മാർ പറയുമ്പോൾ പോലും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആളാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ആത്മീയത ഒക്കെ വോട്ടാവണമെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ തോതിൽ ഹിന്ദു ഹൃദയ സാമ്രാട്ടിന് വേണ്ടി വലിയ തോതിൽ ജനം പോളിംഗ് ബൂത്തിലെ കുഴി എത്രമായിരുന്നു? അതൊന്നും ഉണ്ടായില്ല. പോളിംഗ് ശതമാനത്തിൽ കാതലായ ഗണ്യമായ കുറവുണ്ടായി. ശ്രീ VP ശ്രീപത്മനാഭൻ, ആത്മീയത ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്നത് പോലെ ഇത് ആത്മീയ ധ്യാനമാണെങ്കിൽ, ഞാനത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എങ്കിൽ കൂടിയും ആത്മീയ ധ്യാനമാണെങ്കിൽ ആത്മീയത വോട്ടാവില്ല എന്ന് രാമക്ഷേത്രം തന്നെ BJPക്ക് തെളിവായി നിൽപ്പില്ലേ? അല്ല, അതൊക്കെ നമ്മൾ 4-ാം തീയതി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ. വോട്ടൊന്ന് എണ്ണിക്കോട്ടെ അശ്മി, വോട്ടൊന്ന് എണ്ണിക്കോട്ടെ. ഈ മനപ്പായസക്കാരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? മനപ്പായസക്കാർക്കൊന്നും മറുപടിയില്ല, ഒറ്റ മറുപടിയേ ഉള്ളൂ, 4-ാം തീയതി ഉച്ചയാവട്ടെ, എന്നിട്ട് ഇതിനൊക്കെ ഞാൻ മറുപടി പറയാം. ആത്മീയത വോട്ടാവുമോ, രാമക്ഷേത്രം വോട്ടാവുമോ എന്നൊക്കെ. ഞങ്ങളൊരു കാര്യം വളരെ സിമ്പിളായി പറയുന്നുണ്ട്, അത് ഇതായി വീണ്ടും ആവർത്തിച്ച് പറയാം. അബ് കി ബാർ 400 പാർ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം 400 കടക്കും. BJP കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വളരെയധികം സീറ്റ് നേടും. BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരും. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നും ഞങ്ങളതാ പറയുന്നത്, ഇന്നലെയും ഞങ്ങളതാ പറയുന്നത്, തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴും അതാ പറയുന്നത്. ഇന്ന് നരേന്ദ്രമോദിയുടെ അവസാനത്തെ റാലി, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ലാസ്റ്റ് റാലി ഹോഷിയാർപൂരിൽ നടന്നു. ഇന്നും അദ്ദേഹം അതാ പറഞ്ഞത്, അബ് കി ബാർ 400 പാർ, ഫിർ ഏക് ബാർ മോഡി സർക്കാർ. ഞങ്ങൾ ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ, അത് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങളും അത് ഏറ്റുപിടിച്ചു. ഞങ്ങൾ എത്ര പൊട്ടന്മാരൊന്നുമല്ലല്ലോ, ഒരു വടിയിട്ട് തന്നാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ. വടിയിട്ട് തന്നാൽ അത് പൊട്ടുന്നവരെ ഞങ്ങൾ അടിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് നരേന്ദ്രമോദി ഇത്തവണ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അവർക്ക് വലിയ ക്ഷീണം അത് കാരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 മഹാന്മാരായ നേതാക്കന്മാർ വേറെയും പ്രസ്താവന ഇറക്കിയല്ലോ. എന്താ സാം പിത്രോടെ പറഞ്ഞത് നമ്മളൊക്കെ ആഫ്രിക്കക്കാരാണ്. എന്നെ കണ്ടിട്ട് ആഫ്രിക്കക്കാരനാന്ന് തോന്നുന്നുണ്ടോ ആഷ്മിക്ക്? എൻ്റെ പിതാമഹന്മാർ ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഒന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു മഹാൻ പറഞ്ഞത് എന്താ, നമ്മൾ പാകിസ്ഥാനെ പേടിക്കണം, അവരെടുത്ത് ആറ്റം ബോംബുണ്ടെന്ന്. കോൺഗ്രസിൻ്റെ ആളുകളുടെ പ്രസ്താവനകളാണ് കോൺഗ്രസിനെ കുളത്തിലാക്കിയത്, ഞങ്ങളല്ല. അവരുടെ വായ മൂടിക്കെട്ടാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നലെയും മണിശങ്കർ അയ്യർ എന്തോന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദി അലജ്ഡ് എന്താ പറയുക ഓക്കുപ്പേഷൻ ഓഫ് ബൈ ചൈന, ആരോപിക്കപ്പെടുന്ന അക്രമം, ചൈനയുടെ ആരോപിക്കപ്പെടുന്ന അക്രമം. സർ, സുബ്രഹ്മണ്യ സ്വാമിയുടെ എക്സാനിലും താങ്കൾ അറിയാതെ പോലും നോക്കല്ലേ സാർ? നിങ്ങളുടെ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ എക്സാനിൽ BJP വിട്ടിട്ടൊക്കെ കാലം, എവിടെ BJP വിട്ടു? എവിടെ BJP വിട്ടു? ഏത് എപ്പോ വിട്ടു? എപ്പോ BJP വിട്ടു? എപ്പോ BJP വിട്ടു? ഈ ചൈന വിഷയത്തിൽ നരേന്ദ്രമോദി എടുത്ത് ഒടുക്കുക. ഈ ചൈന വിഷയത്തിൽ എന്താണ് അവിടുത്തെ ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയാത്ത കഴിവുകെട്ടവൻ എന്നൊക്കെ പ്രധാനമന്ത്രിയെ എടുത്തങ്ങ് അസഭ്യ വർഷമാണ് കേട്ടോ സുബ്രഹ്മണ്യ സ്വാമി എക്സാനിൽ. അങ്ങ് അറിയാതെ പോലും നോക്കല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്തൊരു ബഹളം അത്. ആ തൃണമൂൽ കോൺഗ്രസ് ചേരാൻ കൽക്കട്ടയ്ക്ക് പോയതാ, അവരെടുക്കായിട്ട് തിരിച്ച് വീട്ടിൽ പോയതാ. അങ്ങോട്ടൊക്കെ BJP വിട്ടൊരു കാലം കുറയായി, അതൊക്കെ വിട്ടേക്ക്. സുബ്രഹ്മണ്യ സ്വാമി ഒന്നല്ല BJPയുടെ വിഷയം. BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഞങ്ങൾ അമിത്ഷാജിയും JP നഡ്ഡാജിയും സ്മൃതി ഇറാനിയും യോഗി ആദിത്യനാഥും ഒക്കെയാണ് ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഗുണം 4-ാം തീയതി കാണാം, 4-ാം തീയതി ഉച്ചയ്ക്ക് കാണാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.